ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കൊഞ്ചെന്ന് പറയും. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പുറത്തെ തോലൊക്കെ കളഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. ഇനി ബാക്കിയുള്ള ക്ലീനിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കത്തി കൊണ്ടൊന്ന് മുറിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉൾഭാഗത്തെ ആ കുടലിഞ്ഞ് വലിച്ചൂരിയെടുക്കുക. ഇടത്തരം വലിപ്പമുള്ള കൊഞ്ചാണ് കേട്ടോ കിട്ടിയത്. ഇതിന് 1 കിലോ 300 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞു കഴിയുമ്പോൾ 1 കിലോ കാണില്ല കേട്ടോ. അപ്പോഴീ കുടൽ കളയാതെ ഒരിക്കലും കറി വെക്കരുത് കേട്ടോ. അപ്പോഴെല്ലാം ഇതുപോലെ വലിച്ചൂരി കളഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കാം. എല്ലാം ഇതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് കല്ലുപ്പിട്ട് ഒന്ന് ഒലച്ച് കഴുകിയെടുക്കാം. ഞാൻ കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഉപ്പിട്ട് കഴുകുന്നതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയോ ഫംഗസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടാൻ സഹായിക്കും. നന്നായിട്ട് ഒലച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. കൊഞ്ചെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് 1 ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് അതിനുശേഷം കുറച്ച് ഉപ്പ് നീരും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാനിതങ്ങ് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഫ്രീസറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പും മുളകും ഒക്കെ ഈ കൊഞ്ചിൽ നല്ലതുപോലെ പിടിച്ച് കിട്ടുന്നതായിരിക്കും. 2 ദിവസമായിട്ട് എനിക്ക് നല്ല പനിയാണ്, അതുകൊണ്ട് ഇന്ന് കറി വെക്കുന്നില്ല. അടുത്ത ദിവസം നമുക്ക് കറി വയ്ക്കുന്നതിൻ്റെ വീഡിയോ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.